Hello everyone. So I am assigned with the topic measurement of intelligence. സോ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചുല്ലേ, ലൈക്ക് ഒത്തിരി ഇൻ്റലിജൻസ് തിയറികളും ഇൻ്റലിജൻസിനെ ഓരോ ആൾക്കാർ ഡിഫൈൻ ചെയ്തിരിക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. നൗ ലെറ്റ് സീ ഹൗ ദിസ് ഇൻ്റലിജൻസ് ക്യാൻ ബി മെഷേർഡ്. സോ മൂവിങ് ഓൺ, ഇൻ്റലിജൻസ് ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഇൻ്റലിജൻറ്റ് ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻ്റലിജൻസിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ ഇൻ്റലിജൻസ് ടെസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ഡിഫറെൻറ്റ് വേയ്സ്. നമുക്ക് ഇൻ്റലിജൻറ്റ് ടെസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മീഡിയം ഓഫ് ടെസ്റ്റിംഗ്. സോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡും ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയവും വെച്ചിട്ട് നമുക്ക് ഇൻ്റലിജൻസ് ടെസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ആയിരുന്നു. അതിൽ തന്നെ അതിൽ 2 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ടെസ്റ്റും സെക്കൻഡ് ഗ്രൂപ്പ് ടെസ്റ്റുമാണ്. സോ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുമ്പം ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു സമയത്ത് ഒരാളുടെ ഇൻ്റലിജൻസ് മാത്രം ടെസ്റ്റ് ചെയ്യുന്നു. ഓൺലി 1 ഇൻഡിവിജ്വൽ ഈസ് ടെസ്റ്റഡ് അറ്റ് എ ടൈം. നൗ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഈസ് ടെസ്റ്റഡ് അറ്റ് ദ സെയിം ടൈം. ഒരു സമയത്ത് കുറേ ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇൻ്റലിജൻസ് ആണ് ഇവിടെ മെഷർ ചെയ്യപ്പെടുന്നത്. നൗ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മീഡിയം ഓഫ് ടെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന മീഡിയം. സോ അവിടെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന് വെർബൽ ടെസ്റ്റ്, മറ്റൊന്ന് നോൺ വെർബൽ ടെസ്റ്റ്. വെർബൽ ടെസ്റ്റ് എന്ന് പറയുമ്പം ദേ മേക്ക് യൂസ് ഓഫ് ലാംഗ്വേജ്. സോ ടെസ്റ്റ് ചെയ്യുമ്പം ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. Now second one, non-verbal test, they make use of some activity or performance. So ചില ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പെർഫോമൻസസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. നൗ ഇതിനെ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ആയിരുന്നു. അതിനകത്ത് ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആയിരുന്നു. Now let's see what is individual test in detail. So it is administered to a single individual at a time. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരാളെ മാത്രമാണ് ഒരു സമയം ടെസ്റ്റ് ചെയ്യുന്നത്. Now the test material is presented by the examiner to the examinee in a face to face situation. So ഇതൊരു ഫേസ് ടു ഫേസ് സിറ്റുവേഷനിൽ നടക്കുന്ന കാര്യമാണ്. സോ ടെസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം നേരിട്ട് എക്സാമിനീൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Now either verbal or non-verbal. സോ വെർബൽ ആയിരിക്കാം അല്ലെങ്കിൽ നോൺ വെർബൽ ആയിരിക്കാം. അതായത് ഒന്നെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് ആയിരിക്കാം. നൗ ആപ്ലിക്കബിൾ ഇൻ യങ് ചിൽഡ്രൻ ആൻഡ് ചിൽഡ്രൻ ബിലോ സ്കൂൾ ഏജ്. അതായത് ചെറിയ കുട്ടികളിലാണ് ഇത് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നൗ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാൻഫോർഡ് ബിനൈ ടെസ്റ്റാണ്. ആൻഡ് ഇതൊരു ഇൻഡിവിജ്വൽ വെർബൽ ടെസ്റ്റാണ്. ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ടെസ്റ്റാണ് സ്റ്റാൻഫോർഡ് ബിനൈ ടെസ്റ്റ്. അപ്പം സ്റ്റാൻഫോർഡ് ബിനൈ ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആൽഫ്രഡ് ബിനൈ എലോങ് വിത്ത് തിയോഡോർ സൈമൺ ഇൻ 1905. സോ 1905 ആൽഫ്രഡ് ബിനൈ തിയോഡോർ സൈമണിൻ്റെ കൂടെ 1905 പ്രിപ്പയർ ചെയ്ത ഒരു സോർട്ട് ഓഫ് ടെസ്റ്റാണ് സ്റ്റാൻഫോർഡ് ബിനൈ ടെസ്റ്റ്. ആൻഡ് ആൽഫ്രഡ് ബിനൈ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. നൗ ഇറ്റ് വാസ് ലേറ്റർ, അതായത് ഈ സ്റ്റാൻഫോർഡ് ബിനൈ ടെസ്റ്റിനെ പിന്നീട് ടേമൻ ആൻഡ് മെറിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് 1916 റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് സ്റ്റാൻഫോർഡ് ബിനൈ ടെസ്റ്റ്. ആൻഡ് അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ആൻഡ് സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ വെഷ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. WAIS, developed by David Wechsler, and Bhatia's battery of performance test, developed by CM Bhatia. സോ ഇതിനെക്കുറിച്ചൊന്നും ഈ ടെസ്റ്റുകളെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പോൾ നമുക്ക്. സോ ജസ്റ്റ് ഈ പേരുകൾ, ഈ എക്സാമ്പിൾസിൻ്റെ അല്ലെങ്കിൽ ഈ ടെസ്റ്റുകളുടെ പേരുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, നൗ ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നോക്കാം. ഇൻഡിവിജ്വൽ ടെസ്റ്റിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. അപ്പോൾ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് സ്യൂട്ടഡ് ഫോർ ഇൻഡിവിജ്വൽസ് ഹു കനോട്ട് റീഡ് ആൻഡ് റൈറ്റ് ഇൻക്ലൂഡിങ് സ്മോൾ ചിൽഡ്രൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികളിലാണ് ഇത് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ അതായത് എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ,
അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ചിൽഡ്രൻ. അപ്പം അവരിൽ വരെ നമുക്ക് ഈ കാര്യം, ഈ ഒരു ഇൻഡിവിജ്വൽസ് അവരുടെ വരെ ഇൻ്റലിജൻസ് നമുക്ക് ഈ ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നൗ ദ ടെസ്റ്റർ ക്യാൻ മോട്ടിവേറ്റ് ദ ടെസ്റ്റി ബൈ മീൻസ് ഓഫ് പ്രൈസ് ആൻഡ് എൻകറേജ്മെൻറ്റ്. സോ ഇതൊരു ഫേസ് ടു ഫേസ് സിറ്റുവേഷനിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ആൻസർ ചെയ്യുമ്പം അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുമ്പം ടെസ്റ്ററിന് എൻകറേജ് ചെയ്യാനും പ്രൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. നൗ ദർ ഇസ് വെരി ലിറ്റിൽ സ്കോപ്പ് ഫോർ ചീറ്റിംഗ്. ഫേസ് ടു ഫേസ് സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ ചീറ്റിങ്ങിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. സോ ഇതാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡിമെറിറ്റ്സ് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് കോസ്റ്റ്ലി ഇൻ ടേംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടൈം. ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ടൈമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് കോസ്റ്റ്ലിയാണ്, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് ആൻഡ് കോസ്റ്റ്ലിയാണ്. അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കോസ്റ്റ്ലിയാണ്. എ ട്രെയിൻഡ് പേഴ്സൺ ഈസ് റിക്വയർഡ് ടു അഡ്മിനിസ്റ്റർ ദ ടെസ്റ്റ്. വെറുതെ ആർക്കെങ്കിലും പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു ട്രെയിൻഡ് പേഴ്സണെ തന്നെ കൊണ്ടുവരണം. അവിടെ തന്നെ ഫിനാൻഷ്യൽ എക്സ്പെൻസ് ആയിക്കഴിഞ്ഞു. സോ അത് കോസ്റ്റ്ലി ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ദ പേഴ്സണൽ ബയസ് ഓഫ് ദ ടെസ്റ്റർ ആസ് ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേർഡ് ഇൻ എ ഫേസ് ടു ഫേസ് സിറ്റുവേഷൻ. സോ ഇതൊരു ഫേസ് ടു ഫേസ് സിറ്റുവേഷനിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ ടെസ്റ്ററിന് പേഴ്സണൽ ബയസൊക്കെ കാണിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. അത് അതിൻ്റെ ഒരു ഡിമെറിറ്റാണ്. ഓക്കെ, അപ്പം ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് ടെസ്റ്റിങ്ങിൽ ആദ്യത്തത് ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആയിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് ടെസ്റ്റ്. ഗ്രൂപ്പ് ടെസ്റ്റ് ആർ അഡ്മിനിസ്ട്രേർഡ് ടു എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അറ്റ് എ ടൈം. ഒരേ സമയം ഒത്തിരി ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. Now all the people in the group are given the same direction and have to perform the same activities. ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാർക്കും സെയിം ഡയറക്ഷൻസ് ആയിരിക്കും ടെസ്റ്റർ കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് എല്ലാവരും ഒരേ സമയത്ത് തന്നെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. The items are placed together in separate sub-tests and usually it imposes the time limits for each test. So items എല്ലാം ഓരോ ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഈ ഓരോ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യാനായിട്ട് ആൾക്കാർക്ക് ഒരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും. Now based on the nature of content, group tests are divided into two types. So ടെസ്റ്റുകളുടെ അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ കോണ്ടൻറ്റ് അനുസരിച്ച് ഗ്രൂപ്പ് ടെസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് വെർബൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ വെർബൽ ടെസ്റ്റ്. സോ വെർബൽ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ നോൺ വെർബൽ, അല്ലെങ്കിൽ അതായത് പെർഫോമൻസ് ബേസ്ഡ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ബേസ്ഡ് ടെസ്റ്റുകളായിരിക്കാം. നൗ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ, എ non-verbal group test of intelligence for secondary school by A. Sukumaran Nair. Non-verbal group test of intelligence for secondary school by A. Sukumaran Nair. A group test of general mental ability developed by J.S. Jalota. അതൊരു verbal group intelligence test ആണ്. Now Otis Lennon School Ability Test, which is a verbal group intelligence test. സോ ഇപ്പോൾ ഇതൊക്കെയാണ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നൗ മൂവിങ് ഓൺ, ഇനി നമുക്കിതിൻ്റെ മെറിറ്റ്സ് നോക്കാം. മെറിറ്റ്സ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി ഇൻ ടേംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടൈം. സോ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിലും ടൈമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ലെസ് കോസ്റ്റ്ലി ആണ്. ലൈക്ക് ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് ചെയ്യുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അത്ര ടൈം കൺസ്യൂമിങ് ഒന്നും ആയിരിക്കില്ല. നൗ സെക്കൻഡ് വൺ ഈസ് നോ ട്രെയിൻഡ് എക്സാമിനേഴ്സ് ആർ റിക്വയർഡ് ടു അഡ്മിനിസ്റ്റർ ദ ടെസ്റ്റ്. അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ടെസ്റ്റ് പോലെയുള്ള ചെയ്യേണ്ടതുപോലെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ നമുക്ക് ആവശ്യമില്ല. നൗ തേർഡ് വൺ ഈസ് ഗ്രൂപ്പ് ടെസ്റ്റ് ആർ സ്കോർഡ് മോർ റിജിഡ്ലി ആൻഡ് മോർ ഒബ്ജക്റ്റീവ്ലി ദാൻ ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഇൻഡിവിജ്വൽ ടെസ്റ്റിൽ സ്കോർ പോലെ ആയിരിക്കില്ല ഇവിടെ, കാരണം മോർ റിജിഡ് ആൻഡ് മോർ ഒബ്ജക്റ്റീവ്ലി ആണ് ഇവിടെയുള്ള സ്കോറുകൾ ഉണ്ടാവുക. കാരണം കുറേ ആൾക്കാർ പല ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരാണ് ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് വിൽ ബി മോർ റിജിഡ് ആൻഡ് ഒബ്ജക്റ്റീവ്. നൗ ഇതിൻ്റെ ഡിമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ ഇൻഡിവിജ്വൽ സഫറിങ് ഫ്രം റീഡിങ് എബിലിറ്റി.
സോ ഓരോ വെർബൽ നോൺ വെർബൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ റീഡിങ് എബിലിറ്റീസ് അതായത് റീഡിങ് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് വരും. അവരിൽ ഈ ഒരു ഗ്രൂപ്പ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സ്പീഡ് ആൻഡ് റീഡിങ് എബിലിറ്റി മേ ഇൻഫ്ലുവൻസ് ദ ടെസ്റ്റ് സ്കോർസ്. സോ അപ്പോൾ ഓരോ ആൾക്കാരും കാര്യങ്ങൾ വായിച്ച് ഗ്രാസ്പ് ചെയ്യാൻ എടുക്കുന്ന ടൈം, ഓക്കെ, ആ ഒരു കാര്യം അവർ വായിക്കുന്നതിൻ്റെ സ്പീഡും റീഡിങ് എബിലിറ്റിയും ടെസ്റ്റ് സ്കോറുകളെ ബാധിക്കും. Now several formalities are observed in administration. അഡ്മിനിസ്ട്രേഷനിൽ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, അതെല്ലാം ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആണ്. Now next one, ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് ഡിഫറൻസ് നോക്കാം. ഇൻഡിവിജ്വൽ ടെസ്റ്റിൻ്റെയും ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെയും ഡിഫറൻസ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ പോയിൻറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റ് ടു എ സിംഗിൾ ഇൻഡിവിജ്വൽ അറ്റ് എ ടൈം, ഓക്കെ. അതുപോലെ ഗ്രൂപ്പ് ടെസ്റ്റ് പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റ് ടു എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ അറ്റ് ദ സെയിം ടൈം, ഓക്കെ. നൗ ഇറ്റ് ഈസ് കോസ്റ്റ്ലി ഇൻ ടേംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടൈം. ഇവിടെ ഗ്രൂപ്പ് ടെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ലെസ് കോസ്റ്റ്ലി ഇൻ ടേംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടൈം. നൗ ഇറ്റ് റിക്വയർസ് എ ട്രെയിൻഡ് എക്സാമിനർ ടു അഡ്മിനിസ്റ്റർ ഇൻ ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നോ ട്രെയിൻഡ് എക്സാമിനർ ഈസ് റിക്വയർഡ് ടു അഡ്മിനിസ്റ്റർ ദ ടെസ്റ്റ്. Now there is very individual ടെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ there is very little scope for cheating. ആൻഡ് ഇവിടെ ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചീറ്റിംഗ് ഓൺ എ ലാർജ് സ്കെയിൽ ഈസ് പോസിബിൾ. കാരണം ഒത്തിരി ആൾക്കാർ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ടെസ്റ്റാണ്. സോ അവിടെ ചീറ്റിങ്ങിൻ്റെ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എക്സാമിനറിന് എല്ലാവരെയും ഒരേ സമയം എക്സാമിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ചീറ്റിങ്ങിൻ്റെ പോസിബിലിറ്റി അവിടെ വളരെ കൂടുതലാണ്. നൗ ഇൻഡിവിജ്വൽ ടെസ്റ്റിൽ ഇൻട്രസ്റ്റ് ഓഫ് ദ എക്സാമിനി ഈസ് അഷ്യൂർഡ്. എക്സാമിനീൻ്റെ ഇൻട്രസ്റ്റ് അഷ്യൂർ ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽ ടെസ്റ്റിൽ, കാരണം ഒരാളേ ഉള്ളൂ. പക്ഷേ ഗ്രൂപ്പ് ടെസ്റ്റിൽ ഇൻട്രസ്റ്റ് ഓഫ് ദ എക്സാമിനി ഈസ് നോട്ട് അഷ്യൂർഡ്. നൗ മോർ റിലയബിൾ ദാൻ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ടെസ്റ്റിനെക്കാട്ടും റിലയബിൾ ആണ്. നൗ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ടെസ്റ്റിനെക്കാട്ടും ലെസ് റിലയബിൾ ആണ്. നൗ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ടെസ്റ്റർ ആൻഡ് ദ ടെസ്റ്റി. ഓക്കെ, ഫേസ് ടു ഫേസ് സിറ്റുവേഷനിൽ നടക്കുന്ന ഒരു അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. നൗ ഗ്രൂപ്പ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ദർ ഇസ് നോ ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ടെസ്റ്റർ ആൻഡ് ടെസ്റ്റി. സോ ഇവിടെ ഇങ്ങനെ ഒരു നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ പോയിൻറ്റ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഒരു 7 പോയിൻറ്റ്സ് ഉണ്ട്. സോ യു ഹാവ് ടു സ്റ്റഡി ദാറ്റ്. നൗ മൂവിങ് ഓൺ. നൗ നമ്മുടെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മീഡിയം ഓഫ് ടെസ്റ്റിംഗ് ആണ്. സോ മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് പറഞ്ഞു. മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗിലെ 2 ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു, ഇൻഡിവിജ്വൽ ടെസ്റ്റും ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചു. നൗ മൂവിങ് ടു ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മീഡിയം ഓഫ് ടെസ്റ്റിംഗ്. അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വെർബൽ ടെസ്റ്റ് ആണ്. Let's see what is verbal test. Requires the use of verbal ability. So verbal ability ഉണ്ടായിരിക്കണം. Now the ability to read, write and understand words of the subject is called, അവിടെ ഈസ് ആണ് കേട്ടോ, ഈസ് കോൾഡ് എ വെർബൽ എബിലിറ്റി. സോ വെർബൽ എബിലിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വേർഡ്സ്, അത് തന്നെയാണ് വെർബൽ എബിലിറ്റി. സോ അങ്ങനെയുള്ള വെർബൽ എബിലിറ്റി വെർബൽ ടെസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുണ്ട്. നൗ മേക്സ് യൂസ് ഓഫ് ലാംഗ്വേജ് ആസ് ദ വെഹിക്കിൾ ഓഫ് ടെസ്റ്റിംഗ്. ഇവിടെ ടെസ്റ്റിങ്ങിന് ലാംഗ്വേജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നൗ ദ ടെസ്റ്റ് കോണ്ടൻറ്റ് ഈസ് ലോഡഡ് വിത്ത് വെർബൽ മെറ്റീരിയൽ. ടെസ്റ്റിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടെസ്റ്റ് കോണ്ടൻറ്റ്സ് എന്ന് പറയുന്നത് വെർബൽ മെറ്റീരിയൽസ് കൊണ്ട് ലോഡഡ് ആയിരിക്കും. കാരണം ഒത്തിരി വെർബൽ മെറ്റീരിയൽസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ വെർബൽ എബിലിറ്റി ആവശ്യം ആണെന്ന് പറയുന്നത്. Now the items are presented either oral or written forms for which answers have to be given in oral or written language. So items either oral അല്ലെങ്കിൽ റിട്ടൺ ഫോംസിലായിരിക്കും കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആൻസേഴ്സും അതേ രീതിയിൽ വേണം കിട്ടാൻ, either oral or written language. Now knowledge of the language of the tests is necessary to take such tests. സോ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു ടെസ്റ്റിൽ. നൗ വെർബൽ ടെസ്റ്റിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഫോർഡ് ബിനൈ ടെസ്റ്റ്,
പിന്നെ ആർമി ആൽഫ ടെസ്റ്റ് ബൈ ലൂയിസ് ടെർമിൻ ആൻഡ് റോബർട്ട് യർക്സ് for US Army. Now third one is CIE verbal group test of intelligence Hindi constructed by Uday Shankar. So ഇതൊക്കെയാണ് നമ്മുടെ വേർബൽ ടെസ്റ്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇതിൻ്റെ മെറിറ്റ്സ്. വേർബൽ ടെസ്റ്റിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ്. മെറിറ്റ്സ് പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്കോറിംഗ് ഈസ് ഈസി ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ് ഈവൻ ഇൻ ഗ്രൂപ്പ് സിറ്റുവേഷൻ. ഗ്രൂപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ കൂടി ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനും സ്കോറിങ്ങും എല്ലാം വളരെ എളുപ്പമാണ്. കാരണം ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, വേർബലാണ് കാര്യങ്ങൾ. ആൻഡ് ദർ ആർ ലെസ് എക്സ്പെൻസീവ് they are less expensive compared to നോൺ വെർബൽ ഓർ പെർഫോമൻസ് ടെസ്റ്റ്. നോൺ വെർബൽ അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റുകളെ അപേക്ഷിച്ച് ഇത് ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്. Preparation and standardization of verbal tests are either than that of non-verbal test. Easier than that of non-verbal test. Non-verbal ടെസ്റ്റിനെക്കാട്ടും ഈസിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ വേർബൽ ടെസ്റ്റിൽ പ്രിപ്പയർ ചെയ്യാൻ ആയിട്ട് സാധിക്കും. ഓക്കെ, നൗ ഡിമെറിറ്റ്സ് പറയുകയാണെങ്കിൽ പ്രൊഫിഷ്യൻസി ഓഫ് ലാംഗ്വേജ് മേ ഇൻഫ്ലുവൻസ് ടെസ്റ്റ് സ്കോർസ്. സോ ഒരാൾക്ക് ആ ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി ഈ ടെസ്റ്റ് സ്കോറിനെ ബാധിക്കും. കാരണം ഇവിടെ ഫുള്ള് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റാണ്. സോ നൗ ടു ടേക്ക് വേർബൽ ടെസ്റ്റ് നോളജ് ഓഫ് ദ ലാംഗ്വേജ് ഓഫ് ദ ടെസ്റ്റ് ഇസ് നെസസറി. സോ ഈ ടെസ്റ്റ് നടക്കുന്ന ലാംഗ്വേജ്, ആ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ ഈ ടെസ്റ്റിൽ നമ്മൾ ഫെയിലാവും. സോ നൗ നെക്സ്റ്റ് വൺ ഇസ് ഇൻഡിവിജ്വൽസ് വിത്ത് സെൻസറി ഹാൻഡിക്യാപ്സ് ആൻഡ് വെരി യങ് ചിൽഡ്രൻ കനോട്ട് ബി യൂസ്. സെൻസറി ഹാൻഡിക്യാപ്സ് ഉള്ള ആൾക്കാരിലും അതേപോലെ ചെറിയ കുട്ടികളിലും ഈ ഒരു ടെസ്റ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് വൺ ഇസ്, ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് വേർബൽ ഇൻ്റലിജൻസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് തിങ്സ് ബിലോ ഡസ് നോട്ട് ബിലോങ് വിത്ത് അതേഴ്സ്. സോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗ്രേപ്പ്, ബനാന, ഓറഞ്ച്, ഫ്രൂട്ട്. സോ ഇതിനകത്ത് കൂട്ടത്തിൽ ചേരാത്ത ഒരെണ്ണമാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഫ്രൂട്ടായിരിക്കാം. നൗ അപ്പോൾ ഇതൊരു ലാംഗ്വേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫുള്ള് വരുന്നുണ്ടാവുക. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് സ്റ്റീം ഈസ് ടു വാട്ടർ ആസ് വാട്ടർ ഈസ് ടു ഓഫ് കോഴ്സ് ഐസ്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ഈ വേർബൽ ഇൻ്റലിജൻസ് ടെസ്റ്റിൽ വരിക. നൗ നെക്സ്റ്റ് ഇവിടെ വരുന്നത് എ മാൻ ഇസ് ഓൾവേസ് ഡാഷ് ദാൻ ഹിസ് ഡോട്ടർ ഓൾഡർ. ഓക്കെ, സോ ഇത് ഒരു 5 എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ 3 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നൗ മൂവിങ് ഓൺ. നൗ ഇനി നോൺ വെർബൽ ടെസ്റ്റാണ്. ഇപ്പോൾ നോൺ വെർബൽ ടെസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റിക്വയർ നോ വെർബൽ റെസ്പോൺസ് ഇൻ ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ ഓർ ഇൻ ദ സബ്ജക്ട്സ് ആൻസേഴ്സ്. സോ ഇവിടെ വേർബൽ റെസ്പോൺസിൻ്റെ ആവശ്യമേ ഇല്ല നോൺ വെർബൽ ടെസ്റ്റുകളിൽ. ഇൻവോൾവ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി ഗിവൺ ബൈ പാൻറ്റോണിം. സോ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പാൻറ്റോമൈം ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പാൻറ്റോമൈം എന്ന് പറയുമ്പം അവിടെ നമ്മൾ വെർബലായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. ഫുൾ ഈ മൈമൊക്കെ ഉണ്ടല്ലോ, മൈം, ഡം ഷോ അങ്ങനെയൊക്കെ ഉള്ളത് ഈ സോർട്ട് ഓഫ് പാൻറ്റോമൈമിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ അതേപോലെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നോ ലാംഗ്വേജ് നീഡ് ടു ബി യൂസ്ഡ് അറ്റ് എനി പോയിൻറ്റ് ഡ്യൂറിങ് ദ ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് ലാംഗ്വേജ് എന്നൊരു സംഭവമേ ഇവിടെ ആവശ്യമില്ല. Now items are in the form of symbols, diagrams, perceptual designs or even concrete objects. അപ്പം ഐറ്റംസ്, അതായത് ഈ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഐറ്റംസ് സിമ്പിൾസിൻ്റെ ഫോമിലായിരിക്കും, ഡയഗ്രാംസ് ആയിരിക്കാം, പെർസെപ്ച്വൽ ഡിസൈൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒബ്ജക്ട്സ് തന്നെ ആയിരിക്കാം. ഈ രീതിയിലായിരിക്കും ഐറ്റംസ് ഒക്കെ ഉണ്ടാവുക. നൗ ടൈപ്സ് ഓഫ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ സച്ച് ടെസ്റ്റ്സ് ആർ ഓക്കെ. ഈ ടെസ്റ്റിൽ ഉപയോഗിക്കാവുന്ന ചില ഐറ്റംസ് ആണ് ഇപ്പോൾ താഴെ പറയുന്നത്. അത് ഫിഗർ അനാലജിസ്, സെക്കൻഡ് വൺ ഇസ് സീരീസ്, തേർഡ് വൺ ഇസ് സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, D is figure classification. Now E is matrices. So
ഇതൊക്കെയാണ്. ഇതിൽ ടെക്സ്റ്റിൽ കുറച്ച് ഫിഗേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഫിഗർ എക്സാമിന് വരയ്ക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ടെക്സ്റ്റ് റെഫർ ചെയ്യാം പിക്ചേഴ്സ് നോക്കണമെങ്കിൽ. സോ ഇതൊക്കെയാണ് കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത്. ഈ ഒരു പേരുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതിയാവും. സോ ഇനി നോൺ വെർബൽ ടെസ്റ്റിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ദ റേവൻസ് പെർഫോമൻസ് മെട്രിസസ് ടെസ്റ്റ് ബൈ ജോൺ സി റേവൻ ഇൻ 1936, എ നോൺ വെർബൽ ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഫോർ സെക്കൻഡറി സ്കൂൾ ബൈ എ സുകുമാരൻ നായർ, എ ഷിക്കാഗോ നോൺ വെർബൽ, ദ ഷിക്കാഗോ നോൺ വെർബൽ ടെസ്റ്റ്. സോ ഇത് മൂന്നെണ്ണമാണ് നോൺ വെർബൽ ടെസ്റ്റിൻ്റെ എക്സാമ്പിൾസിൻ്റെ പേര് മാത്രം ഓർത്ത് വെക്കുക. നൗ മൂവിങ് ഓൺ. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കാം. മോസ്റ്റ് യൂസ്ഫുൾ വിത്ത് പേഴ്സൺസ് ഹാൻഡിക്യാപ്ഡ് ബൈ ലാംഗ്വേജ് ഡിസബിലിറ്റീസ് സച്ച് ആസ് ഡഫ്, ഡംപ്, ഇല്ലിറ്ററേറ്റ്സ് എക്സെട്ര. സോ വേർബൽ ടെസ്റ്റിൽ നമുക്ക് ഇങ്ങനെയുള്ള സെൻസറി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ നോൺ വെർബലിൽ നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർ ലൈക്ക് ഡഫ്, ഡംപ്, ഇല്ലിറ്ററേറ്റ്സ് ഇവരിലെല്ലാം നമുക്ക് ഈ സോർട്ട് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും. Now, persons who do not understand the language may be tested using non-verbal test. ഈ ലാംഗ്വേജ് മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് എന്താണ് നോൺ വെർബൽ ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. The results of these tests are less affected by schooling than are the result of verbal test. അതായത് സ്കൂളിംഗ് ആയിട്ട് അഫക്റ്റ് ചെയ്യില്ല. കാരണം ഇത് ഫുൾ ഓഫ് നോൺ വെർബൽ ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ടല്ല കാര്യങ്ങൾ വരുന്നത്. സോ ആൾ ലിറ്ററേറ്റ് ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അവിടെ. സോ സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമേ അവിടെ വരുന്നില്ല. ഓക്കെ. നൗ ഇനി ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ കോസ്റ്റ്ലി, അൺവൈഡ്ലി ആൻഡ് ദസ് ദെയർ യൂസ് ഇസ് ലിമിറ്റഡ് ടു ദ ലബോറട്ടറി. സംഭവം ഭയങ്കര കോസ്റ്റ്ലിയാണ്. കാരണം ഒത്തിരി മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇത് വളരെയധികം കോസ്റ്റ്ലിയാണ്. ഒരു ലബോറട്ടറിയിലേക്ക് ലിമിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. ഓക്കെ. കാരണം എല്ലാ ആക്ടിവിറ്റീസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. നൗ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നോൺ വെർബൽ ടെസ്റ്റ് ആർ ഡിഫിക്കൾട്ട്. സോ ഈ നോൺ വെർബൽ ടെസ്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നൗ ദേ ആർ മോർ സസെപ്റ്റബിൾ to practice effects and chances of success are more frequent than in the case with verbal test. verbal ടെസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ചാൻസസ് ഓഫ് സക്സസ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ. കാരണം നോൺ വെർബൽ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ചാൻസസ് ഓഫ് സക്സസ് ആർ മോർ ഫ്രീക്വൻറ്റ് ഇൻ ദ കേസ് വിത്ത് verbal ടെസ്റ്റ്. നൗ ഇതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. നൗ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്. ഈ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നതും നോൺ വെർബൽ ടെസ്റ്റ് എന്ന് പറയുന്നതും ഏകദേശം ഒരേ സംഭവമാണ്. നൗ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻ ദീസ് ടെസ്റ്റ് ദ സബ്ജക്റ്റ് ഹാസ് ടു പെർഫോം സർട്ടൻ സ്റ്റാൻഡർഡൈസ്ഡ് ടാസ്ക് ഓർ ടു മാനിപ്പുലേറ്റ് സം കോൺക്രീറ്റ് മെറ്റീരിയൽസ് വിത്തൗട്ട് ദ യൂസ് ഓഫ് ലാംഗ്വേജ്. ഇത് തന്നെയാണ് നോൺ വെർബലിലും പറഞ്ഞത്. ലാംഗ്വേജ് ഉപയോഗിക്കാണ്ട് എന്താണ് ആക്ടിവിറ്റീസ് മാത്രം ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് ചില പെർഫോമൻസസ് മാത്രം ചില കോൺക്രീറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. ദ ഐറ്റംസ് വിച്ച് റിക്വയർ റെസ്പോൺസ് ഇൻ ടേംസ് ഓഫ് മോട്ടോർ ആക്ടിവിറ്റീസ് റദർ ദാൻ ടു മേക്ക് വെർബൽ റെസ്പോൺസസ് ആർ ഇൻക്ലൂഡഡ്. സോ ഇവിടെ വെർബൽ റെസ്പോൺസസ് അല്ല ആവശ്യമായിട്ടുള്ളത്, പകരം മോട്ടോർ ആക്ടിവിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള റെസ്പോൺസസ് ആണ് ഇവിടെ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പെർഫോമൻസ് ടെസ്റ്റ് ആർ നോൺ വെർബൽ. ഈ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നോൺ വെർബൽ ആണ്, എന്നുവെച്ചാൽ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. പക്ഷേ എല്ലാ നോൺ വെർബൽ ടെസ്റ്റും പെർഫോമൻസ് ടൈപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഈ പെർഫോമൻസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ സിമ്പിൾ, ബ്ലോക്ക് ഡിസൈൻ, പിക്ചർ കംപ്ലീഷൻ, ഒബ്ജക്റ്റ് അസംബ്ലി, പിക്ചർ അറേഞ്ച്മെൻറ്റ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ടെസ്റ്റിൽ കുറച്ച് പിക്ചേഴ്സ്, കുറച്ച് ഫിഗേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കാം. ഓക്കെ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ
The Pinder-Patterson performance scale developed. This is the first performance test. ഇതാണ് the Pinder-Patterson performance test ആണ് ഫസ്റ്റ് പെർഫോമൻസ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ 1917. നൗ സെക്കൻഡ് വൺ ഇസ് കോഴ്സ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്. ഇതൊക്കെയാണ്, ഇത് രണ്ടാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്ന് പറയുന്നത് നോൺ വെർബൽ ടെസ്റ്റിൻ്റെ അതേ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് ഇവിടെയും വരുന്നത്. സെയിം കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ലാംഗ്വേജ് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ പെർഫോമൻസ് ലാംഗ്വേജ് മനസ്സിലാകാത്ത ആൾക്കാരിൽ നമുക്ക് ഈ പെർഫോമൻസ് ടെസ്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. വെർബൽ ടെസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇറ്റ് ഈസ് ലെസ് അഫക്റ്റഡ് ബൈ സ്കൂളിംഗ്. ഓക്കെ, നൗ ഡിമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് കോസ്റ്റ്ലി ആണ് ആൻഡ് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ ലബോറട്ടറി. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പെർഫോമൻസ് ടെസ്റ്റ് ആർ ഡിഫിക്കൾട്ട്. ഇത് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന കാര്യം ഇവിടെ ഡിഫിക്കൾട്ടാണ്. ടു പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് അല്ലെങ്കിൽ സസെപ്റ്റബിൾ ടു പ്രാക്ടീസ് ഇഫക്ട്സ്, പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സസെപ്റ്റബിൾ ആണ്. ആൻഡ് ഓൾസോ ഇവിടെ ചാൻസസ് ഓഫ് സക്സസ് എന്ന് പറയുന്നത് വെർബൽ ടെസ്റ്റിനെ അപേക്ഷിച്ച് ഫ്രീക്വൻ്റ് ആണ്. സോ ഈ സെയിം കാര്യങ്ങളാണ് നോൺ വെർബൽ ടെസ്റ്റിൽ പറഞ്ഞത്, അത് തന്നെയാണ് ഇവിടെ പെർഫോമൻസ് ടെസ്റ്റിലും വരുന്നത്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് ഡിഫറൻസ് നോക്കാം. സോ വെർബൽ ടെസ്റ്റ് എന്ന് പറയുന്നത് മേക്സ് യൂസ് ഓഫ് ലാംഗ്വേജ്. നോൺ വെർബൽ ടെസ്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മേക്സ് യൂസ് ഓഫ് പിക്ചർ, ഡിസൈൻസ് ഓർ ആക്ടിവിറ്റീസ്. Second point is the abilities usually measured in verbal tests are verbal reasoning, memory and numerical reasoning. So verbal reasoning, memory, numerical reasoning ഇതൊക്കെ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത് വെർബൽ ടെസ്റ്റിൽ, ഇൻ്റലിജൻസ് മെഷർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോൺ വെർബൽ ടെസ്റ്റിൽ മെഷർ ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? സ്പേഷ്യൽ എബിലിറ്റി, സ്പീഡ് ആൻഡ് ഇൻഡക്ഷൻ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നോൺ വെർബൽ ടെസ്റ്റിൽ ഇൻ്റലിജൻസ് മെഷർ ചെയ്യുന്നത്. വെർബൽ ടെസ്റ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് സബ്ജക്ട്സ് ഹു ലാക്ക് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി. അതായത് ലാംഗ്വേജ് ഡിസബിലിറ്റി ഉള്ളവരിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇവിടെ നോൺ വെർബലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സബ്ജക്ട് ഹു ലാക്ക് ലാംഗ്വേജ് എബിലിറ്റി ക്യാൻ ഓൾസോ ബി ടെസ്റ്റഡ് ബൈ യൂസിങ് നോൺ വെർബൽ ടെസ്റ്റ്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് കമ്പയർഡ് ടു നോൺ വെർബൽ ടെസ്റ്റ്. The result of the tests are much affected by schooling. സോ ഇത് നോൺ വെർബലിനെ അപേക്ഷിച്ച് ഇത് ലെസ് എക്സ്പെൻസീവ് ആണ്, കാരണം അധികം മെറ്റീരിയൽസിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഉള്ളി ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് സ്കൂളിംഗ് ഇവിടെ അഫക്റ്റ് ചെയ്യും, കാരണം ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നോൺ വെർബലിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ സ്കൂളിംഗ് അഫക്റ്റ് ചെയ്യും. സ്കൂളിംഗ് അഫക്റ്റ് ചെയ്യില്ല, ലെസ് എഫക്റ്റഡ് ബൈ സ്കൂളിംഗ്. നൗ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വെർബൽ ടെസ്റ്റ് ആർ ഈസി. ഈ സ്റ്റാൻഡർഡൈസേഷൻ ഇവിടെ വെർബൽ ടെസ്റ്റിൽ ഈസിയാണ്, പക്ഷേ പെർഫോമൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ നോൺ വെർബൽ ടെസ്റ്റിൽ സ്റ്റാൻഡർഡൈസേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഇനി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്കോറിംഗ് ഓഫ് വെർബൽ ടെസ്റ്റ് ആർ ഈസി. ഇവിടെ വെർബൽ ടെസ്റ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷനും സ്കോറിങ്ങും എളുപ്പമാണ്. ബട്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്കോറിംഗ് ഓഫ് പെർഫോമൻസ് ടെസ്റ്റ് ഓർ നോൺ വെർബൽ ടെസ്റ്റ് ആർ ഡിഫിക്കൽട്ട്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അവിടെ പുറത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞത്. സെയിം കാര്യങ്ങൾ ഒന്ന് പോയിൻ്റായിട്ട് എഴുതി ഡിഫറൻഷിയേറ്റ് ചെയ്തേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്. താങ്ക് യു.